ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയിലുള്ള ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലേക്ക് ഈസിലി എങ്ങനെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രാൻഡ് വിറ്റാറ മാത്രമല്ല, നമ്മുടെ ബലേനോയില്, ഫ്രോങ്സില്, പുതിയ വിക്ടോറിയസില്, പിന്നെ ഗ്രാൻഡ് വിറ്റാറയില്, നമ്മളുടെ ടൈസറില്, പിന്നെ ടൊയോട്ട ഗ്ലാൻസയില്, പിന്നെ ഹൈ റൈഡറിൽ, ഇത്തരം വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത് സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആടെ ഓപ്ഷൻ വരുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് ഈസിലി എങ്ങനെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാം, അതിൻ്റെ ഇന്റർഫേസ് എങ്ങനെയാണ്, അതിനകത്തേക്ക് എങ്ങനെ നമുക്ക് ഒരു ഫോൺ പെയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു മാപ്പ് ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെ വാഹനം ഓടിക്കാം, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാഹനം ഓഫ് ചെയ്ത് പോയി പിന്നെ വീണ്ടും വരുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിക്കോളും. വേറെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഈ ഫോൺ ഇതിനകത്ത് കണക്റ്റഡ് ഒന്നുമല്ല, കണക്റ്റഡ് ആയിരുന്നു, ഞാനിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മുതൽ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ എന്നും പറഞ്ഞ് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ അടിച്ചു കൊടുത്തു. പലവരുടെയും ആൻഡ്രോയിഡ് ഓട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പലവരുടെയും അപ്ഡേറ്റ് എന്ന് പറഞ്ഞായിരിക്കും കിടക്കുക. അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമാണ് നമ്മൾ ഫോണിൽ ചെയ്യേണ്ടത്. ഈ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് ലേറ്റസ്റ്റ് ഫോർമാറ്റുള്ള ഫോൺ ആയതുകൊണ്ട് അതിനകത്ത് എല്ലാത്തിലും ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് ആയിട്ടോ അങ്ങനെയൊന്നും നമുക്ക് അതിൻ്റെ ഒരു ഐക്കണോ കാര്യങ്ങളോ നമ്മുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലേക്ക് വന്നിട്ട് കണക്ട് എന്ന ഓപ്ഷനിലേക്ക് വരിക, അല്ലെങ്കിൽ പെയർഡ് ഡിവൈസിലേക്ക് വന്നാലും മതി. പെയർഡ് ഡിവൈസിൽ വന്നിട്ട് ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പെയറിംഗ് ഫോർ ഫോൺ എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. ഓക്കെ, ബ്ലൂടൂത്ത് ഓൺ ആണ്. ഇതിനകത്ത് ഡിവൈസ് പെയറിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പെയർ ഫോർ ഫോൺ, ഇതിനകത്ത് പെയർ ഫോണ് എല്ലാ സംഭവങ്ങളും നമ്മൾ ഗ്രാൻഡ് വിറ്റാറ ഇസ് നൗ ഡിസ്കവറബിൾ. നമ്മൾ ഇതിനകത്ത് പോയിട്ട് ഗ്രാൻഡ് വിറ്റാറ എന്ന് വന്നിട്ടുണ്ട്, ഗ്രാൻഡ് വിറ്റാറയെ ക്ലിക്ക് ചെയ്യാം. കണക്റ്റിംഗ് ദ പിൻ, ആ ഒരു പിൻ ഇതിനകത്തും കാണിക്കുന്നുണ്ടാവും. പെയർ കൊടുക്കുക, ഇതിനകത്ത് എസ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ എസ് ഓട്ടോമാറ്റിക് അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് ബ്ലൂടൂത്ത് ഉള്ളതെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് മോഡ് മാത്രമായിട്ടും ആൻഡ്രോയിഡ് ഓട്ടോ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. കണക്ഷൻ ഇൻ പ്രോഗ്രസ്, യെസ്. അതായത് ഇപ്പോൾ എൻ്റെ ഫോണിലെ ഫുൾ ഇന്റർഫേസ് നിങ്ങൾക്ക് ഇതിനകത്ത് കണക്റ്റായി ആൻഡ്രോയിഡ് ഓട്ടോ കാണാനായിട്ട് പറ്റും. സ്ട്രെയിറ്റ് അവേ മാപ്പിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഹോം ഞാൻ ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഹോം കാണിക്കുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് ഇവിടുന്ന് ഹോം വരെ പോകാനായിട്ടുള്ള മാപ്പ് അതിനകത്ത് കാണിക്കും. അങ്ങനെ ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ പെരുമ്പാവൂർ ഞാൻ കഴിഞ്ഞ ദിവസം വന്നതാണ്, ആ റീസെൻറ്റ് മാപ്പ് കാര്യങ്ങൾ കാണിക്കും. ഇനി ഇതിനകത്തുള്ള മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ റീസെൻ്റ്ലി പോയ അപ്ഡേറ്റ് മ്യൂസിക് കാര്യങ്ങൾ കാണാം. പിന്നെ നമ്മൾ ഒന്നും കൂടി ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെ ഹോമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് കിട്ടും. ഇതിനകത്ത് സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കാണാം, കലണ്ടർ, ഒരു ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ, മാപ്പ്, മെസ്സേജസ്, വാട്സാപ്പ് ബിസിനസ്, ഇതിനകത്ത് വാട്സാപ്പ് രണ്ടും കാണുന്നത്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുക. നമ്മൾ ഹോമിൽ ക്ലിക്ക് ചെയ്തു, വീണ്ടും ആൻഡ്രോയിഡ് ഓട്ടോയിൽ പോയി നമുക്കൊന്ന് മാപ്പ് സെലക്ട് ചെയ്യണം. ഇവിടെ താഴെ മാപ്പിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പോകേണ്ട ലൊക്കേഷൻ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പോയിട്ട് മാപ്പ് എടുക്കുക. മാപ്പ് വന്നതിന് ശേഷം മാപ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ സ്കിൽ ക്രാഫ്റ്റർ അക്കാഡമി, അതല്ലെങ്കിൽ ഓക്കെ ഇതിനകത്ത് ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ട്, ആ അക്കാഡമിയുടെ ലൊക്കേഷൻ വന്നു. നമ്മൾ ഡയറക്ഷൻ കൊടുത്തു, നമുക്ക് ഫോണിലും ഡയറക്ഷൻ കാണിക്കും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഡയറക്ഷൻ നമുക്ക് ഇതിനകത്ത് വന്നത് കാണാം. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്കുള്ള മാപ്പ് കാര്യങ്ങൾ അതിനകത്ത് ഡയറക്റ്റ്ലി കാണാനായിട്ട് പറ്റും. ഈ മാപ്പിൽ നമ്മൾ ഹോമിലേക്ക് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹോം ക്ലോസ് നൗ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള മാപ്പ് കാണിക്കും. ഈ മാപ്പ് നമ്മൾ ഈ ഹോം ബട്ടണിൽ കയറി മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോർണറിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് നമ്മളുടെ ആൻഡ്രോയിഡ് ഓട്ടോയിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഫോണിൽ ഏത് മ്യൂസിക്കാണോ പ്ലേ ചെയ്ത് അതിന്റെ ഇന്റർഫേസ് ആണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വെഹിക്കിൾ ഇൻഫർമേഷൻസ് ആണ്. അത് ഈ ഗ്രാൻഡ് വിറ്റാരയിലും മറ്റ് മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ. TPMS ഒക്കെ ഗ്രാൻഡ് വിറ്റാരയിൽ മാത്രമേ ഉള്ളൂ. മറ്റ് അപ്ഡേറ്റഡ് ഇപ്പോൾ നമ്മളുടെ വിക്ടോറിയസിലൊക്കെ ഈ ഒരു ഓൾമോസ്റ്റ് സിമിലർ ഇന്റർഫേസ് തന്നെയാണ് നമുക്ക് ലഭിക്കുക. പിന്നെ റേഞ്ച്, വെഹിക്കിൾ ഇൻഫർമേഷൻസ് ആണ് അതിനകത്ത് കൂടുതൽ കാണിക്കുക. ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ ബേസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് ലഭിക്കും. ആൻഡ്രോയിഡ് ഓട്ടോ റിലേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് സോങ് കാര്യങ്ങൾ, അതിൻ്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഒരു ഇന്റർഫേസ് വന്നതിന് ശേഷം നമുക്ക്
ഡയൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഫോൺ കോൺടാക്ട്സ്, റീസെൻ്റ്ലി ഡയൽ ചെയ്ത കോൺടാക്ട്സ് കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടും. റീസെൻ്റ് വന്ന കോൺടാക്ട്, ഫേവറേറ്റ്സ്, ഫുൾ കോൺടാക്ട്സ് വേണമെങ്കിൽ അതിനകത്ത് മോർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡയൽ പാഡ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ഡയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഹോം ബട്ടണിലേക്ക് വീണ്ടും തിരിച്ചു പോയി. ഇപ്പം നമ്മൾ മാപ്പ് ഇട്ടേക്കണമെന്നാണ് ഈ ഒരു ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡയറക്റ്റ്ലി മാപ്പിലേക്ക് ഫുൾ സ്ക്രീനിലേക്ക് പോകും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ഹോം ബട്ടണിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടൈം ഇതാണ് നമുക്ക് കാണിക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ ഒരു പാട്ട് സെലക്ട് ചെയ്യണം അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോട്ടിഫൈയിൽ പോകുന്നു. സ്പോട്ടിഫൈ പോയിട്ട് സ്പോട്ടിഫൈ ആണ് നിങ്ങൾ അതിനകത്ത് പ്ലേ ചെയ്ത് കണ്ടത്. ഇപ്പോൾ ഈ ഒരു മ്യൂസിക് ക്ലിക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിനകത്ത് വരും. നമ്മൾ ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കോള് വിട്ടു നോക്കാം. ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കോള് വരാം. കോളിന്റെ നമുക്ക് മെസ്സേജ് ഇതിനകത്ത് കാണാം. ഇതിനകത്ത് കോള് ഡയൽ ചെയ്ത് കാണിക്കുന്നു. നമുക്ക് ഈ ഗ്രാൻഡ് വിറ്റാറിൽ നമുക്ക് സെൻട്രൽ സ്ക്രീനിലും ആ കോള് വരുന്നതായിട്ട് കറക്റ്റായിട്ട് കാണാം. നമ്മൾ സിമ്പിളായിട്ട് കോൾ ആൻസർ ചെയ്യുന്നു, കോള് കട്ട് ചെയ്യുന്നു, അത് എല്ലാത്തിൻ്റെ ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ്ലി വരും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യേണ്ട, ജസ്റ്റ് മ്യൂസിക് മാത്രം പ്ലേ ചെയ്ത് പോയാൽ മതിയെങ്കിൽ വീണ്ടും നമ്മൾ പെയർഡ് ഡിവൈസിൽ പോവാം. ഇതിനകത്ത് ഇപ്പോൾ റെഡ്മി 15C ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ഓഫ് ചെയ്തേക്കുന്നതുകൊണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഓഫ് ആയിട്ടാണ് കാണിക്കുക. നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ഫോണിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ആയിട്ടുണ്ട്. വീണ്ടും മാപ്പ് കാര്യങ്ങളിലേക്ക് പോകും. ഇനി ആൻഡ്രോയിഡ് ഓട്ടോ വേണ്ട, മ്യൂസിക് മാത്രം മതിയെങ്കിൽ വീണ്ടും ഹോം ബട്ടണിൽ പോവുക, പെയർഡ് ഡിവൈസിലേക്ക് വരിക. അതിനകത്ത് ഈ ആൻഡ്രോയിഡ് ഓട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ഓഫായി. ബ്ലൂടൂത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോളിൻ്റെ ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ ബ്ലൂടൂത്തിൽ ലഭിക്കുക. മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് അത് ക്ലോസ്. ഇപ്പോൾ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് അതും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഇതിനകത്തുനിന്ന് കൺട്രോൾ ചെയ്യാം. ബ്ലൂടൂത്ത് വഴി നമ്മളിപ്പോൾ ഫോൺ ബ്ലൂടൂത്തായിട്ട് പെയറാണ്, കോള് കാര്യങ്ങൾ അതിനകത്ത് ഡയറക്റ്റ്ലി വരും. പ്ലസ് നമുക്ക് ഇതിനകത്ത് ഏത് മ്യൂസിക്കാണോ നമ്മൾ പ്ലേ ചെയ്യുന്നത്, സ്പോട്ടിഫൈയിലോ അല്ലെങ്കിൽ ഫോണിലുള്ള മ്യൂസിക് ആണെങ്കിൽ ഏതാണെങ്കിലും നമുക്ക് അതിനകത്ത് പ്ലേ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. മാപ്പ് കാര്യങ്ങൾ മാത്രം നമുക്ക് അതിനകത്ത് ലഭിക്കില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മാപ്പിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നിലവിലുള്ള ഇൻ്റർഫേസ്. ഇനി നമ്മൾ വാഹനം ഒന്ന് ഓഫ് ചെയ്തു, നമ്മൾ പുറത്തേക്ക് പോയി തിരിച്ചു വന്നു, വാഹനം വീണ്ടും ഓൺ ചെയ്തു. വാഹനം വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഫോണിൽ ആൻഡ്രോയിഡ് ഓട്ടോ ബ്ലൂടൂത്ത് ഓൾറെഡി ഓൺ ആണ് എങ്കിൽ നമ്മൾ വാഹനത്തിനകത്ത് കയറുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. നമ്മുടെ ഫോണും നമ്മുടെ മ്യൂസിക് സിസ്റ്റമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ആവും. ഇപ്പോൾ അത് ഓണായി വരുന്നതേ ഉള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് വീണ്ടും റീകണക്ട് ചെയ്യുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമ്മളിത് ഓപ്പൺ ആയി വന്നതിന് ശേഷം USB കണക്റ്റഡ് റെഡ്മി 15C കണക്റ്റഡ് ഫോർ മ്യൂസിക്, അതായത് മ്യൂസിക് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ പെയർഡ് ഡിവൈസിൽ പോകുന്നു, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുന്നു. സ്വിച്ച് ടു ആൻഡ്രോയിഡ് ഓട്ടോ, നമ്മളുടെ ഫോൺ ഡയറക്റ്റ്ലി ആൻഡ്രോയിഡ് ഓട്ടോ ആയിട്ട് കണക്ട് ആയി. അതല്ലാതെ നമ്മൾ ഓരോ പ്രാവശ്യം കണക്ട് ചെയ്യുകയോ അങ്ങനെ ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല, ഡയറക്റ്റ്ലി ആൻഡ്രോയിഡ് ഓട്ടോയിലേക്ക് വന്നു. ഇത്രയ്ക്ക് സിമ്പിളാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ആണ് എങ്കിൽ വൈഫൈയുടെ ഓണായി എടുക്കുകയാണെങ്കിൽ അതും കൂടി നല്ലതാണ്, ഡയറക്റ്റ്ലി ആൻഡ്രോയിഡ് ഓട്ടോയിലേക്ക് കണക്ട് ആയിക്കോളും. അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന്റെ ബാക്കിലിരിക്കുന്ന ആൾക്ക് നമ്മുടെ മൊബൈൽ വെച്ച് ഈ സ്ക്രീൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാത്ത നമ്മുടെ സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റം, ബ്രസ VXIയിൽ നമ്മുടെ ഇഗ്നിസിലൊക്കെ വരുന്ന മ്യൂസിക് സിസ്റ്റത്തിൽ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത്, അത് ബ്ലൂടൂത്ത് വഴിയാണ് പെയർ ചെയ്യുന്നത്. നമ്മൾ സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ആപ്പ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ പെയർഡ് ഡിവൈസിൽ പോവുക, നമ്മളുടെ ഈ ഒരു ചിഹ്നത്തിൽ ഈ കാണുന്ന റിമോട്ടിൻ്റെ ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് പെയറായി. ഇപ്പോൾ ക്ലോസ് കൊടുത്തു. ഇതിനകത്ത് AV ഓഫ്, അതായത് ഇപ്പോൾ ഇതിനകത്ത് AV എന്ന് പറഞ്ഞ ഓപ്ഷൻസിലാണ് ഇത് കിടക്കുന്നത്. AV ഓഫ് നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ FM വന്നു, ഇപ്പോൾ AM വന്നു. അത് വാട്ടെവർ നമ്മൾ അതിനകത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിനകത്ത് മാറ്റം കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മ്യൂസിക് ചേഞ്ച് ചെയ്യാനും അങ്ങനെ എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. ഫോണിൽ നിന്ന് ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലായിട്ട് ചേഞ്ച് ആവും. അതുപോലെ തന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസും ഇതിനകത്ത് ലഭിക്കും. ആവറേജ് ഫ്യൂവല്, പിന്നെ ഫ്യൂവൽ ഇക്കോണമി, അങ്ങനെ ഇതിനകത്ത് ഈ ഒരു ഇൻഫർമേഷൻസിൽ വരുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ സ്ക്രീനിലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്മാർട്ട് പ്ലേയിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടും. സ്മാർട്ട് പ്ലേ പ്രോയിലാണ് ബാക്കിയുള്ള ഈ ഇൻഫർമേഷൻസ് എല്ലാം വരിക. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സുസുക്കി കണക്ട് എന്ന് പറഞ്ഞ ഒരു ആപ്പ് വരുന്നുണ്ട്. കുറേ ഫീച്ചേഴ്സ് അതിനകത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഫോണിനകത്ത് സുസുക്കി കണക്ട് ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതിനകത്തൊരു OTP വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് അതിനകത്ത് ഈ ഒരു ആപ്പിലൂടെ അറിയാൻ പറ്റും. ഇപ്പോൾ വാഹനം ഐഡിൽ പൊസിഷനിലാണ്, അൺലോക്കാണ്,
പിന്നെ ഇതിനകത്ത് എ സിയുടെ ടെമ്പറേച്ചർ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എ സിയുടെ വെഹിക്കിൾ സ്റ്റാറ്റസ് കാര്യങ്ങൾ, എ സി ഫാൻ ഓണാണ്. നമ്മൾ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എ സിയുടെ ഇൻഫർമേഷൻ നമുക്ക് എത്ര ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അലാർട്ട് റിമോട്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മൊമെന്റ് ഓഫ് വെഹിക്കിൾ ഓൺ യുവർ ഓൺ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നമുക്കപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിൾ ട്രാക്ക് ചെയ്യാം. നമ്മുടെ വെഹിക്കിൾ ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ ഏതാണ്, നമ്മൾ വീട്ടിലിരുന്ന് വേണമെങ്കിൽ നമ്മുടെ വണ്ടി ആർക്കെങ്കിലും കൊടുത്തു വിടുകയാണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം പോയ ട്രിപ്പ്, ഈ ട്രിപ്പിൽ ഇപ്പോൾ നമുക്ക് എത്ര മൈലേജ് ലഭിച്ചു, ആ ഇൻഫർമേഷൻസ് എല്ലാം ലഭിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ രാവിലെ ഓഫീസിലേക്ക് വന്നതാണ്, 25.8 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. 67 ഞാൻ മാക്സിമം എടുത്ത സ്പീഡ്. എൻ്റെ ആവറേജ് സ്പീഡ് 34.7 ട്രാവൽ ടൈം 41 മിനിറ്റ്. ഫ്യൂവൽ ഇക്കോണമി 29.51. അതായത് ഗ്രാൻഡ് വിറ്റാറ ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് കിട്ടിയ മൈലേജാണ് 30 കിലോമീറ്ററിനടുത്ത്. അതിൻ്റെ നമ്മളുടെ ഒരു അനാലിസിസ് കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഫുൾ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ റിലേറ്റഡ് ഇൻഫർമേഷൻസ്, നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അലേർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ്, അങ്ങനെ നമ്മളുടെ വെഹിക്കിൾ റിലേറ്റഡുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ആപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാനും അത് വെച്ച് നമുക്ക് മാപ്പ് കോള് കാര്യങ്ങൾ യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ മാരുതി കൊടുത്തിരിക്കുന്ന ഇൻഫർടൈൻമെന്റ് സ്ക്രീനിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ കൊടുത്തത് നമുക്ക് ഡെയിലി യൂസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ ഇതിനകത്തുള്ള മാപ്പും കോള് ഡയറക്ട്ലി ആൻസർ ചെയ്യാനുള്ളത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് പാട്ട് മാറ്റുന്നത് വരെയും സ്പോട്ടിഫൈ കണക്ട് ചെയ്യുന്നവരൊക്കെ വേറെ ആരെങ്കിലും വാഹനത്തിലുള്ളപ്പോൾ അവർ ഫോൺ എടുത്ത് ചെയ്യുന്നു എന്നുള്ളതല്ലാണ്ട് നമുക്ക് ഡെയിലി യൂസിന് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു പോരായ്മയായിട്ട് പറയാമെന്ന് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ സൈസാണ് 7 ഇഞ്ച് ആണ്, കുറച്ച് ചെറുതാണ്. ഒരു 9 ഇഞ്ച് ടോപ്പ് എൻഡിലൊക്കെ വരുന്ന സ്ക്രീൻ എല്ലാ വേരിയന്റിലും കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ടു യൂസ് ആവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഗ്രാൻഡ് വിറ്റാറയിൽ മാത്രമല്ല, മാരുതിയുടെ ഈ സ്മാർട്ട് പ്ലേ പ്രോ അല്ലെങ്കിൽ ടൊയോട്ടയുടെ ഈ ഒരു സിസ്റ്റം വരുന്ന എല്ലാ വാഹനത്തിലും നിങ്ങൾക്ക് ഇതുപോലെ ഈസിലി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.